ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് തൊട്ട് മുമ്പേ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന്റെ പാർട്ട് ബി ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് പാർട്ട് ബി ആണ്. ടഫായിട്ട് കുറച്ച് പേർക്ക് തോന്നിയത് പാർട്ട് ബി ആണ്. സോ അപ്പോൾ നമുക്ക് പാർട്ട് ബി സോൾവ് ചെയ്തെടുക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 0 to 4 plus 2i z bar dx along curve z is equal to t square plus it. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യമേ കുറച്ച് ഇതിനകത്തെ പാർട്ട് ബി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. അത് കഴിഞ്ഞ് എക്സ്ട്രാ നമുക്ക് നമ്മൾ ഇന്നലെ പഠിച്ച് നിർത്തിയ ടൈപ്പ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടൈപ്പ് ഒക്കെ ആയിരുന്നു. അതിലെ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലവും, പിന്നെ ലാസ്റ്റ് പാർട്ടിലെ ഞാൻ പഠിപ്പിക്കാത്ത സെക്ഷനിലെ ഒരു റാങ്ക് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഒക്കെ ഉള്ള പ്രോബ്ലം കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്യണം കേട്ടോ. So integral 0 to 4 plus 2i z bar dx along the curve z is equal to t square plus it. So first of all z bar കണ്ടുപിടിക്കണം. z നമുക്ക് തന്നിട്ടുണ്ട്, കോംപ്ലക്സ് നമ്പർ ആണ്. അതിന്റെ z bar നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. z bar എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് i ഉള്ള ടേമിന്റെ സൈൻ മാറ്റിയാൽ മതി. t സ്ക്വയർ മൈനസ് it ആണ് എന്തെന്ന് പറയുന്നത് z bar. നെക്സ്റ്റ് dx കണ്ടുപിടിക്കണം അല്ലെ, dx. സോ dx എന്ന് പറയുമ്പോൾ ഈ x-നെ എന്ത് ചെയ്താൽ മതി? t വെച്ച് ഡിഫറൻഷിയേഷൻ ചെയ്താൽ മതി, അഥവാ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ടി സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2t. ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? dt പ്ലസ് i ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? dt. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, ഏറ്റവും ബേസിക് സംഭവങ്ങളാണ്. സോ dx is equal to രണ്ട് ടേംസിൽ നിന്നും dt പുറത്തെടുത്താൽ എന്ത് വരും? 2t പ്ലസ് i ഇൻറ്റു dt. 2t പ്ലസ് i ഇൻറ്റു എന്താണ്? dt. സോ അപ്പൊ നമുക്ക് z ബാർ കിട്ടി. ഇപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യമുള്ള z ബാർ കിട്ടിയിട്ടുണ്ട്, dx കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് z-ന്റെ ലിമിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. സോ അപ്പൊ നമുക്ക് ഇതിനെ അത് ടിയുടെ ലിമിറ്റ് ആയിട്ട് മാറ്റണം. സോ ക്ലിയർ ആയിട്ട് നമുക്കറിയാം z എന്ന് പറയുന്നത് എന്താ, നമുക്ക് ബേസിക് ആയിട്ട് അറിയാം, x പ്ലസ് iy ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. z is equal to എന്താണ്? x പ്ലസ് iy ആണെന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തൊട്ട് പഠിക്കുന്നതാണ്. So z is equal to t square plus it, z is equal to x plus iy. Equating real and left side same ആണ്, അപ്പോൾ റൈറ്റ് സൈഡുകൾ സെയിം ആയിരിക്കും. രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്സും ഇമാജിനറി പാർട്സും തമ്മിൽ ഈക്വൽ ആയിരിക്കും. സോ ഇക്വേറ്റിംഗ് റിയൽ പാർട്സ് എനിക്ക് എന്ത് കിട്ടും? x is equal to t square കിട്ടും. ഇക്വേറ്റിംഗ് ഇമാജിനറി പാർട്ട് y is equal to എന്ത് കിട്ടും? t. സോ ഇത് നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മളൊരു കോർഡിനേറ്റിന്റെ രൂപത്തിൽ എഴുതുവാണെങ്കിൽ, നമ്മുടെ ലിമിറ്റിനെ നമ്മളൊരു കോർഡിനേറ്റിന്റെ രൂപത്തിൽ എഴുതുവാണെങ്കിൽ താഴെ എന്താണ്? 0,0 എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. a പ്ലസ് ഐ ബി ഫോർമാറ്റിലാണെങ്കിൽ 0 പ്ലസ് i0 എന്ന് എഴുതാമല്ലോ. അപ്പൊ അവിടുത്തെ കോർഡിനേറ്റ് 0,0 ആണ്. ദെൻ മോളില് 4 പ്ലസ് 2i. a പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് റെപ്രസെന്റേഷൻ എന്താണ്? 4,2. സോ 4,2. സോ ഇതാണ് സിംപ്ലി ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് x വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 മുതൽ 4 വരെ. y വേരി ചെയ്യുന്നത് 0 മുതൽ 2 വരെ. സോ x വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 to 4 വരെയാണ് x വേരി ചെയ്യുന്നത് അല്ലെ. സോ x is equal to എന്താ നമുക്ക് പറയുന്നുണ്ട്? t സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് സിംപ്ലൈസ്. സോ x is equal to 0 മുതൽ x equal to 4 വരെ, അതായത് x equal to 0 to x equal to 4 എന്ന് പറയുന്നത് t സ്ക്വയർ equal to 0 മുതൽ എന്ത് വരെ ആവും? നമുക്ക് ടിയുടെ ടേംസിലോട്ട് മാറ്റണം. t സ്ക്വയർ equal to 4 വരെ ആവും. അതായത് ഇവിടുന്ന് t equal to 0, ഇവിടുന്ന് t is equal to എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് 2 കിട്ടും. സോ നെക്സ്റ്റ് നമുക്ക് രണ്ട് രീതിയിലും കണ്ടുപിടിക്കണം, എന്നിട്ടാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുന്നത്. നെക്സ്റ്റ് y വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 മുതൽ 2 വരെയാണ് y വേരി ചെയ്യുന്നത് അല്ലെ. സോ y വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 to 2 വരെയാണ് വേരി ചെയ്യുന്നത്. y എന്ന് പറയുന്നത് ഡയറക്ട്ലി t തന്നെയാണ്. അപ്പൊ ക്ലിയർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? t is equal to 0 മുതൽ t is equal to എവിടെ വരെയാണ് വേരി ചെയ്യുന്നത്? 2 വരെ. സോ അതായത് സിംപ്ലി 0 മുതൽ എവിടെ വരെയാണ്? ടിയുടെ ലിമിറ്റ് 2 വരെയാണ്. സോ ടിയുടെ ലിമിറ്റ് നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓൾറെഡി അറിയാം. സോ ടി ഈക്വൽ ടു 0 തുടങ്ങി എവിടെ വരെ പോകുന്നു? 2 വരെ പോകുന്നു. സോ ടിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to എന്താണ്? 2. സോ അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതി വെക്കുന്നു. ടിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 to 2. ഇതാണ് ടിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുതിയ പ്രോബ്ലത്തിലെ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 മുതൽ 2 വരെയാണ് ടി വേരി ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 z ബാറിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ടി സ്ക്വയർ മൈനസ് it. dx-ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2t പ്ലസ് i ഇൻറ്റു dt. 2t പ്ലസ്
I ഇൻറ്റു ഡി ടി. ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സോൾവ് ചെയ്തെടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ശ്രദ്ധിച്ച് ടി സ്ക്വയർ ഇൻറ്റു 2t 2t ക്യൂബ് വരും അല്ലെ. ടി സ്ക്വയർ ഇൻറ്റു ഐ ടി സ്ക്വയർ ഐ മൈനസ് 2t ഇൻറ്റു ടി 2t സ്ക്വയർ കൂട്ടത്തിൽ ആരുണ്ട്, ഐ ഉണ്ട്. ഇവിടെ മൈനസും പ്ലസും ചേർന്നിട്ട് മൈനസ് ആണ് വരുന്നത്. ടി ഉണ്ട്. ഐ ഇൻറ്റു ഐ എന്താണ്, ഐ ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയർ മൈനസ് 1 ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് എന്താവും, പ്ലസ്. ഇതൊക്കെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ്, നമ്മൾ ഒരുപാട് പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഓപ്പറേഷൻസ് ഒക്കെ അല്ലെ. ഇവിടെ ഒന്നുകൂടെ പറയാം, മൈനസ് ഐ ടി ഇൻറ്റു ഐ എന്നാണ് വരുന്നത്. മൈനസ് ഞാൻ ആദ്യം ഇട്ടു. ടി ഇൻറ്റു 1 എന്ന് പറയുന്നത് ടി തന്നെയാണ്. ഐ ഇൻറ്റു ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയർ മൈനസ് 1 ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് എന്താവും, പ്ലസ്. ഇത്രയും എന്താണ്, ഡി ടി. So this is equal to integral 0 to 2t cube. ഇവിടെ നമുക്ക് ഒരു ചെറിയ സിമ്പിൾ, 2t സ്ക്വയർ ഐയിൽ നിന്നും ഒരു ടി സ്ക്വയർ ഐ പോയാൽ അല്ലെ, ഇവിടുത്തെ സൈൻ പ്ലസ് ഇവിടുത്തെ സൈൻ മൈനസ്, വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം. 2t സ്ക്വയർ ഐയിൽ നിന്നും ഒരു ടി സ്ക്വയർ ഐ പോയാൽ ബാക്കി ഒരു ടി സ്ക്വയർ ഐ, വലുത് 2t സ്ക്വയർ ഐ ആണ്, അതിന്റെ സൈൻ മൈനസ്. അല്ലെങ്കിൽ തന്നെ ഒരു ടി സ്ക്വയർ ഐയിൽ നിന്ന് 2t സ്ക്വയർ ഐ പോയാൽ ബാക്കി മൈനസ് ടി സ്ക്വയർ ഐ, ബാക്കി എന്തുണ്ട്, പ്ലസ് ടി dt. So this is equal to, ഇനി എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. 2 ഇൻറ്റു ടി ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താണ്, ടി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്, ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3i പ്ലസ് ടിയുടെ ഇന്റഗ്രൽ എന്താണ്, ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഓവർ ദ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാണ്, 0 മുതൽ 2 വരെ. സിംപ്ലി ഇവിടെ അപ്ലൈ ചെയ്തത് എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താണ്, എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1, അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ടി ക്യൂബിന്റെ ഇന്റഗ്രൽ ടി റൈസ് ടു 3 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ടി റൈസ് ടു 4 ബൈ 4 മൈനസ് ടി ഐ കോൺസ്റ്റന്റ് ആണ്, ടി സ്ക്വയറിന്റെ ടി ക്യൂബ് ബൈ 3 പ്ലസ് ടിയുടെ ടി സ്ക്വയർ ബൈ 2. അപ്പർ ലിമിറ്റ് മാത്രം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി, കാരണം ലോവർ ലിമിറ്റ് എന്തായി പോകും, എല്ലായിടത്തും ടി ഉള്ളതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 ആയി പോയിക്കോളും. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഒരു 2ഉം 4ഉം കട്ട് ചെയ്താൽ താഴെ എന്ത് വരും, 2. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 raised to 4 divided by 2 minus 2 cube 8 എന്നങ്ങ് എഴുതിക്കോട്ടെ. ഇവിടെ 2 cube അല്ലേ വരുന്നത്, ടിക്ക് വരെ 2 കൊടുക്കുമ്പോൾ 2 cube 8 by 3i പ്ലസ് ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് എല്ലായിടത്തും എന്താണ്, 0. അപ്പൊ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. 2 raised to 4 2 raised to 4 എന്ന് പറയുന്നത് എത്രയാണ്, 16. 16 ബൈ 2 എത്രയാണ്, 8 മൈനസ് 8 ബൈ 3i പ്ലസ് 4 ബൈ 2 എത്രയാണ്, 2. ദിസ് ഈസ് ഈക്വൽ ടു 8 2 10 മൈനസ് 8 ബൈ 3i. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, 10 മൈനസ് 8i ബൈ 3. സോ നല്ല ക്വസ്റ്റൻ ആണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റൻ ആണ്. സോ ഈ ടൈപ്പ് വലിയ ലോജിക്കലായിട്ടാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലോജിക് ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ അത് ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേഷൻ ബേസിക് ലോജിക് വെച്ചാണ് ചോദിച്ചിരിക്കുന്നത്, അല്ല ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന റെസിഡ്യൂ റിലേറ്റഡ് ആയിട്ടൊന്നും അല്ല അവർ ചോദിച്ചിരിക്കുന്നത്. സോറി, ഇന്റഗ്രൽ ഫോർമുല റിലേറ്റഡ് ആയിട്ടൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് ബേസിക് ലോജിക് ഓഫ് ഇന്റഗ്രേഷൻ വെച്ചിട്ട് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു, 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. സോ ഇന്റഗ്രൽ 2x മൈനസ് 1 ബൈ x സ്ക്വയർ മൈനസ് x dx along mod x is equal to 3 using Cauchy's integral formula. Cauchy's integral formula വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഇപ്പൊ തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇന്റഗ്രൽ 2x മൈനസ് 1 ബൈ x സ്ക്വയർ മൈനസ് x. ഫസ്റ്റ് ഓഫ് ഓൾ സിംഗുലാർ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കണം. സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, x സ്ക്വയർ മൈനസ് x is equal to എന്താണ്, 0. അവിടുന്ന് z പുറത്തെടുത്താൽ z ഇൻറ്റു z മൈനസ് 1 is equal to 0. അവിടുന്ന് z is equal to 0 കിട്ടും, z is equal to 1 കിട്ടും അല്ലെ. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സിംഗുലാർ പോയിന്റ്സ്. നെക്സ്റ്റ് നമുക്കൊന്ന് വരച്ചു നോക്കാം. മോഡ് z is equal to 3 is a circle centered at origin and radius 3. സോ 3 0. അപ്പൊ നമ്മുടെ ഇൻസൈഡ് വരുന്നത് എന്താണ്, 0 ഇൻസൈഡ് ആണ്, 1 ഇൻസൈഡ് ആണ്. സോ അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന രണ്ടാൾക്കാരും ഇൻസൈഡ് ആണ്. ഇൻസൈഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ അത് കോറിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരണം. കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയാണോ, രണ്ട് ഫാക്ടേഴ്സ് വരുന്നുണ്ടോ, രണ്ടുപേരും ഇൻസൈഡ് ആണോ, അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ.
ഒരാൾ ഇൻസൈഡേ ഉള്ളായിരുന്നെങ്കിൽ മറ്റേ ആളെ പുറത്തുള്ള ആളെ ഫംഗ്ഷന്റെ കൂടെ മേളിലോട്ട് കയറ്റി വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, മോളിൽ കിടക്കുന്ന ആളെ എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാമായിരുന്നു. സോ ഇവിടെ നമുക്ക് ആ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അകത്ത് കിടക്കുന്ന എഫ് ഓഫ് എക്സിനെ ഒന്ന് എടുത്ത് എഴുതുവാണ്. എഫ് ഓഫ് എക്സ് എന്താണ്, 2z മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇക്സഡ് സ്ക്വയർ മൈനസ് ഇക്സഡ് ആണ്, അതിനെ ഞാൻ ഇക്സഡ് പുറത്തെടുത്ത് എഴുതുന്നു, ഇക്സഡ് ഇൻറ്റു ഇക്സഡ് മൈനസ് 1. സോ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എ ബൈ ഇക്സഡ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ ഇക്സഡ് മൈനസ് 1 എന്നാവും അല്ലെ, എ ബൈ ഇക്സഡ് പ്ലസ് ബി ബൈ ഇക്സഡ് മൈനസ് 1. ഇനി ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്ററിൽ ആര് മാത്രമാവും, 2z മൈനസ് 1 മാത്രമാവും ന്യൂമറേറ്ററിൽ. മുകളിൽ എ ഇൻറ്റു ഇക്സഡിന്റെ കൂടെ ഇവിടെ ഒരു ടേം ഉണ്ട്, ഈ ടേമിന്റെ കൂടെ ഈ ടേമും കൂടെ മണ്ടക്കി വരും അല്ലെ, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ ഇക്സഡും ഇക്സഡും കട്ടായി പോയിട്ട് ബാക്കി ആര് മാത്രമാവും, ഇക്സഡ് മൈനസ് 1 മാത്രമാവും, പ്ലസ് ബി ഇൻറ്റു ഈ മുഴുവൻ ആള് ഇയാളുടെ കൂടെ കയറി പോകുമ്പോൾ ഇക്സഡ് മൈനസ് 1ഉം ഇക്സഡ് മൈനസ് 1ഉം കട്ടായിട്ട് ബാക്കി എന്ത് മാത്രമാവും, ഇക്സഡ് മാത്രമാവും. സോ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഇക്സഡിന് 0 കൊടുത്ത് നോക്കിയേ. ഇക്സഡിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഈ ടൈം പോകും അല്ലെ, ഇക്സഡിന് 0 കൊടുക്കുമ്പോൾ ഈ ടൈം പോകും, ഈ ടേം 0 ആയി പോകും. ബാക്കി എന്ത് കിട്ടും, -1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 0 മൈനസ് 1. എന്താണ് -1? -1 കട്ടായാൽ ഡയറക്ട്ലി എയുടെ ആൻസർ എന്ത് കിട്ടി, 1 കിട്ടി. സോ നെക്സ്റ്റ് ഇക്സഡിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നമുക്ക് എയും ബിയും കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇക്സഡിന് 0 കൊടുത്താൽ ബി അങ്ങ് പൊക്കോളും അല്ലെ, അപ്പൊ എ കിട്ടും. ഇവിടെ ഇക്സഡിന് 1 കൊടുത്താൽ 1 - 1 0 ആയി പൊക്കോളും, അന്നേരം ബി കിട്ടും. അതാണ് ഇവിടുത്തെ ലോജിക്ക്. 1 കൊടുക്കുമ്പോൾ എന്ത് വരും, 2 × 1 2 ആണ്, -1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 - 1 0 ആയി പൊക്കോളും. ബി ഇൻറ്റു 1 എന്താണ്, ബി. 2 - 1 എന്താണ്, 1 തന്നെയാണ്. 1 ഇസ് ഈക്വൽ ടു ബി തിരിച്ചെഴുതിയാൽ ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1. സോ അപ്പം എയും ബിയും നമുക്ക് ആൻസർ എന്ത് കിട്ടി, 1 കിട്ടി. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇത് 2z മൈനസ് 1 ബൈ z സ്ക്വയർ മൈനസ് ഇക്സഡ്, അതായത് 2z മൈനസ് 1 ബൈ z ഇൻറ്റു z മൈനസ് 1 ഇതാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഞാൻ ഇയാൾക്ക് പകരം ഇതാണ് ഇനി എഴുതാൻ പോകുന്നത്. എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 1 ബൈ ഇക്സഡ് പ്ലസ് ബിക്ക് പകരം നമുക്ക് ഇനി ആരെ കൊടുക്കാം, 1 ബൈ ഇക്സഡ് മൈനസ് 1 ഡി ഇക്സഡ്. സോ ഇനിയാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇതിപ്പോ ഏത് ഫോർമാറ്റ് ആണ്, നമ്മുടെ ഫോർമുല എന്തായിരുന്നു, ഇന്റഗ്രൽ എഫ് ഓഫ് ഇക്സഡ് ഡിവൈഡഡ് ബൈ ഇക്സഡ് മൈനസ് എ ഡി ഇക്സഡ് ഓവർ സി, വേർ എ ലൈസ് ഇൻസൈഡ് സി ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് എഴുതാൻ പറ്റും, 2πi ഇൻറ്റു എഫ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും അല്ലെ, 2πi ഇൻറ്റു എഫ് ഓഫ് എ. ഇവിടെ എ എന്താണ്, ഇവിടെ എഫ് ഓഫ് ഇക്സഡ് എന്താണ്, ഫസ്റ്റിലത്തെ റേഷ്യോ മാത്രം കൺസിഡർ ചെയ്യുക. എഫ് ഓഫ് ഇക്സഡ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റിലത്തെ ആളിൽ എഫ് ഓഫ് ഇക്സഡ് 1 ആണ് അല്ലെ. സോ 2πi ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇക്സഡ് മൈനസ് 0 എന്ന് വേണം എഴുതാൻ പറ്റും. സോ ഇവിടെ എ എന്ന് പറയുന്നത് 0 ആണ്. സോ ഫസ്റ്റിലത്തെ ആൻസർ 2πi ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് സെക്കൻഡ് ഫ്രാക്ഷൻ ആൻസർ എന്ത് വരും, ഇവിടെ എഫ് ഓഫ് ഇക്സഡ് എന്ന് പറയുന്ന 1 ആണ് അല്ലെ. 2πi ഇൻറ്റു എ എന്ന് പറയുന്നത് 1 തന്നെയാണ്, 2πi ഇൻറ്റു എഫ് ഓഫ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് 0, അതായത് എഫ് ഓഫ് ഇക്സഡ് 1 ആണ്, എഫ് ഓഫ് 0 എന്ത് തന്നെ ആയിരിക്കും 1, കോൺസ്റ്റന്റ് അകത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ലല്ലോ. സോ ഇൻറ്റു 1 പ്ലസ് 2πi ഇൻറ്റു എഫ് ഓഫ് 1. ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുന്ന മോഡൽ 1 തന്നെയല്ലേ ഉള്ളൂ, എഫ് ഓഫ് ഇക്സഡ് എന്ന് പറയുന്ന 1 ആണ്. എഫ് ഓഫ് 1 എന്ത് തന്നെയാണ് 1. സോ സിംപ്ലി 2πi പ്ലസ് 2πi, ആൻസർ എന്ത് കിട്ടും, 4πi. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, 4πi. 8 മാർക്കായിരുന്നു നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നത്. നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു, വളരെ പെട്ടെന്ന് തന്നെ 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ അവർ ചോദിച്ചത്. നമ്മുടെ ഈസി ആയിട്ട് ഒന്ന് പഠിച്ചിരുന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. എഫ് ഓഫ് ഇക്സഡ് നമുക്ക് തന്നിട്ടുണ്ട്, റീജിയണും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് ഇക്സഡ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അല്ലെ, പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റി ഒന്ന് സ്പ്ലിറ്റ് ആക്കി ഇടണം. സോ അതിനുവേണ്ടി ആദ്യമേ ഡിനോമിനേറ്ററിൽ നമുക്കൊന്ന് സമ്മും പ്രോഡക്റ്റും എടുത്ത് നോക്കാം. സോ എഫ് ഓഫ് ഇക്സഡ് എന്ന് പറയുന്നത് എന്താണ്, 1 ഡിവൈഡഡ് ബൈ ഇക്സഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 2. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ നേരിട്ട് അങ്ങ് എഴുതാമല്ലോ, ഇക്സഡ് പ്ലസ് 1 ഇൻറ്റു ഇക്സഡ് പ്ലസ് 2 ആണിത് അല്ലെ. ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇക്സഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 2 എന്ന് തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ. ഇതെങ്ങനെ ഇത് എഴുതുന്നത്, സമ്മും പ്രോഡക്റ്റും എടുത്താണ് എഴുതുന്നത്. സം 3, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 2 അല്ലെ. സം ഇസ് ഈക്വൽ ടു 3, പ്രോഡക്റ്റ് എന്ന് പറയുന്നത്
1 into 2 2. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം വരണം. ഏതൊക്കെയാ നമ്പേഴ്സ്? 2ഉം 1ഉം അല്ലെ. 2ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടുന്നുണ്ട് അല്ലെ. സോ 1ഉം 2ഉം അതാണ് ഈ അടുത്തത്. z plus 1 into z plus 2. സോ ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. അതിന് എങ്ങനെ എഴുതണം? a by z plus 1 plus b divided by z plus 2. So 1 by z plus 1 into z plus 2, 1 divided by z plus 1 into z plus 2 is equal to ഞാൻ എങ്ങനെ എഴുതി? a by z plus 1 plus b by z plus 2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 മാത്രമാവും അല്ലെ. 1 is equal to a into z plus 1 z plus 1 കട്ടായാലും ബാക്കി z plus 2 plus b into z plus 2 z plus 2 കട്ടായാലും ബാക്കി z plus 1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് z is equal to എന്താണ്? -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? b യുടെ വാല്യൂ കിട്ടും. a ക്യാൻസൽ ആയിപ്പോളൂ അല്ലെ. സോ 1 is equal to എന്ത് വരും? b into ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 plus 1 implies 1 is equal to -2 plus 1 -1 ആണ്. സോ -b implies b is equal to എന്ത് കിട്ടും? മൈനസ് ഇപ്പുറത്ത് കൊടുത്താൽ -1. സോ b is equal to നമുക്ക് എന്ത് കിട്ടി? -1. ആൻഡ് z ന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? a കിട്ടും. സോ 1 is equal to a into -1 plus 2. -1 plus 1 0 ആയിപ്പോ. -1 plus 2 എന്താണ്? 1 തന്നെയാണ്. 1 into a തന്നെയാണ്. സോ a is equal to എന്ത് കിട്ടി? 1. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? എക്ക് പകരം നമുക്ക് ഇനി എന്ത് കൊടുക്കാൻ പറ്റും? 1 കൊടുക്കാൻ പറ്റും. ബിക്ക് പകരം നമുക്ക് ഇനി എന്ത് കൊടുക്കാൻ പറ്റും? -1 കൊടുക്കാൻ പറ്റും. സോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ f of x is equal to a by എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? a by എന്നുള്ളതിന് പകരം 1 by z plus 1. b by എന്നുള്ളതിന് പകരം പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, ഈ മൈനസ് വരുമ്പോൾ മൈനസ് ആവും. -b എന്നുള്ള പകരം 1 by z plus 2. ഇവിടെ നടുക്ക് സൈൻ പ്ലസ് ആണ്, പക്ഷെ b -1 അല്ലേ. അപ്പൊ ആ പ്ലസും മൈനസും കൂടെ ചേർന്നുണ്ടാവും, നടുക്ക് മൈനസ് ആവും. 1 by z plus 2. സോ ഇത്രയും വരെ എഴുതുന്നതിന് നമുക്ക് ഫസ്റ്റ് ഒരു 2 മാർക്ക് കിട്ടും. നെക്സ്റ്റ് ഇനി നമുക്ക് റീജിയനിലേക്ക് നോക്കാം. റീജിയൻ എന്താണ്? 1 ലെസ് ദാൻ mod z ലെസ് ദാൻ 2. ആദ്യമേ അതിനെ സ്പ്ലിറ്റ് ആക്കി ഇടണം അല്ലെ. ലോറൻസ് സീരീസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ റീജിയനെ സ്പ്ലിറ്റ് ആക്കി ഇടണം. ഫസ്റ്റ് 1 ലെസ് ദാൻ mod z ഒരെണ്ണം ആൻഡ് mod z ലെസ് ദാൻ 2 ഒരെണ്ണം. ഇനി നെക്സ്റ്റ് നമ്മുടെ ജോലി എന്താണ്? ഒരു f of x മാത്രമേ ലെഫ്റ്റ് സൈഡിൽ വരാൻ പാടുള്ളൂ. ഒരു f of x മാത്രമേ ലെഫ്റ്റ് സൈഡിൽ വരാൻ പാടുള്ളൂ. റൈറ്റ് സൈഡിൽ ലെസ് ദാൻ റൈറ്റ് സൈഡിൽ എന്തായിരിക്കണം? 1. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ക്വസ്റ്റ്യനെ ഫസ്റ്റ് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇവിടെ കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. 1 by x താഴെ എടുത്താൽ മതി അല്ലേ. mod x ലെസ് ദാൻ എന്താക്കാൻ പറ്റും? 1. നെക്സ്റ്റ് ഇവിടെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2നെ താഴെ എടുത്താൽ മതി അല്ലേ. mod x by 2 ലെസ് ദാൻ എന്താണ്? 1. സോ അപ്പം റൈറ്റ് സൈഡിൽ നമുക്ക് 1 കിട്ടി. ഇതൊരു f of x ആണ്, ഇതൊരു f of x ആണ്. സൈൻ ലെസ് ദാൻ ആയിരിക്കണം. സോ അപ്പൊ ഇവരെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. 1 by mod x ലെസ് ദാൻ 1ഉം mod x by 2 ലെസ് ദാൻ 1ഉം. സോ 1 by mod x ഉം mod x by 2 നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കണം. 1 by mod x കൊണ്ടുവരുന്നത് നമുക്ക് ഏറ്റവും എളുപ്പം ഫസ്റ്റ് ടേമിൽ നിന്നാണ് അല്ലെ. ഫസ്റ്റ് ടേമിൽ നിന്നും 1 by x കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ പുറത്തെടുക്കണം? ഒരു x-നെ പുറത്തെടുക്കണം. x പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും? 1 plus 1 by x. സെക്കൻഡ് ടേമിൽ നിന്ന് നമുക്ക് z by 2 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ പുറത്തെടുക്കണം? 2നെ പുറത്തെടുക്കണം അല്ലെ. 2നെ പുറത്തെടുത്താൽ z by 2 കിട്ടും. 2 പുറത്തെടുത്താൽ z by 2 പ്ലസ് എന്താണ്? 1. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് തിരിച്ചൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എന്താണ്? z പ്ലസ് 1 by x കട്ടായി പോകുമ്പോൾ തിരിച്ച് x പ്ലസ് 1 കിട്ടുന്നുണ്ട്. 2 കട്ടായാൽ തിരിച്ച് z പ്ലസ് 2 കിട്ടുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? നമുക്കൊരു 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് എന്നുള്ള രീതിയിൽ കൂടെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ 1 പ്ലസ് x റൈസ് ടു മൈനസ് 1 അല്ലെങ്കിൽ 1 മൈനസ് x റൈസ് ടു മൈനസ് 1. അതിന്റെ എല്ലാം സ്റ്റാൻഡേർഡ് ഡെഫിനിഷനും എക്സ്പാൻഷനും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതെന്താ വരുന്നത്? 1 by z into 1 plus 1 by z റൈസ് ടു മൈനസ് 1 മൈനസ് 1 by 2 into z by 2 അല്ലെ. ആദ്യമേ 1 എഴുതാം അല്ലെ. 1 ആദ്യം എഴുതാം. 1 plus z by 2 റൈസ് ടു എന്താണ്? മൈനസ് 1. 1 by 1 plus 1 by z അത് റൈസ് ടു മൈനസ് 1 ആയി. 1 by z by 2 plus 1 എന്തായി? റൈസ് ടു മൈനസ് 1 ആയി. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 plus x റൈസ് ടു
മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് വെച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടാൽ ഫൈനൽ ആൻസർ ആയിക്കോളും. 1 ബൈ ഇക്സഡ് ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 മൈനസ് എക്സ്. ഇപ്പോൾ 1 മൈനസ് 1 ബൈ ഇക്സഡ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ബൈ ഇക്സഡിന്റെ സ്ക്വയർ മൈനസ് അതങ്ങനെ പോകും. മൈനസ് 1 ബൈ 2 ഇൻറ്റു ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 മൈനസ് ഇക്സഡ് ബൈ 2 പ്ലസ് ഇക്സഡ് ബൈ 2 സ്ക്വയർ മൈനസ് അങ്ങനെ. സോ ഇതാണ് അതിന്റെ ഫൈനൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അതിന്റെ ഒരു ബി പാർട്ട് എന്ന് പറയുന്നത് സിംഗുലാരിറ്റീസും കറസ്പോണ്ടിങ് റെസിഡ്യൂസും കണ്ടുപിടിക്കാനാണ്. അത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ പ്രോബ്ലം തന്നെയാണ്. ടാൻ ഇക്സഡിന്റെ ഒക്കെ വരുന്ന കേസ് നമുക്ക് എന്താണ് -1 ആണ് ആൻസർ കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത ക്വസ്റ്റ്യൻ കൂടാണ് അത്. അപ്പോൾ ഓൾറെഡി ചെയ്തതായതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഇത് നമ്മൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് അത്യാവശ്യം മാർക്ക് കൂടിയ നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പം കോഷീസ് റെസിഡ്യൂ തിയറം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിരുന്നു ആ ക്വസ്റ്റ്യൻ. e raised to z by cos pi xd. ഇത് ചിലപ്പം കുറച്ച് പേർക്കൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും അല്ലെ. സോ അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോഷീസ് റെസിഡ്യൂ തിയറം ആണ് അല്ലെ, CRT വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ റെസിഡ്യൂ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിച്ച് നോക്കാം. സിംഗുലർ പോയിന്റ്സ് സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. cos pi xd is equal to എന്താണ്? 0 അല്ലെ. സോ cos x is equal to 0 ഞാൻ നിങ്ങളെ ഫസ്റ്റിലെ പഠിപ്പിച്ച കാര്യമാണ്. sin x equal to 0 ആണെങ്കിൽ x ന്റെ വാല്യൂ n pi ആണ്. cos x equal to 0 ആണെങ്കിൽ x ന്റെ വാല്യൂ 2n plus 1 into pi by 2 അല്ലെ. സോ അവിടുന്ന് ഇവിടെ x ന് പകരം pi xd ആണ്. pi xd is equal to 2n plus 1 into pi by 2. ഇപ്പൊ പൈയും പൈയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. സോ xd is equal to എന്ത് വരും? 2n plus 1 into 1 by 2 where n element of integers. So n element of integers നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റിജേഴ്സ് അല്ല എന്ന് എഴുതാം. സോ ദിസ് n element of integers എന്ന് പറഞ്ഞാൽ n element of അല്ലെങ്കിൽ n is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 0 plus or minus 1 plus or minus 2 അങ്ങനെ പോകും അല്ലേ. സോ ഫസ്റ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n is equal to 0 കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് xd ന് എന്ത് കിട്ടും നോക്കാം. സോ നമ്മുടെ റീജിയൻ യൂണിറ്റ് സർക്കിൾ ആണ്. മോഡ് xd is equal to 1 എന്ന് പറയുന്ന റേഡിയസ് 1 ഉം സെന്റേർഡ് അറ്റ് ഒറിജിനും ആയിട്ടുള്ള യൂണിറ്റ് സർക്കിൾ ആണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. സോ xd is equal to എന്ത് വരും? 2 into 0 plus 1 into 1 by 2. ആൻസർ എന്താണ്? 1 by 2. 1 by 2 എവിടാന്ന് അറിയാം? 0.5 ഇൻസൈഡ് ആണ് നമുക്കറിയാം. നെക്സ്റ്റ് xd ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xd ന്റെ വാല്യൂ എവിടെ വരും? 2 plus 1 3. 3 into 1 by 2 എന്താണ്? 3 by 2 1.5 ആണ്. നമുക്ക് 1 വരെ വരുന്നുള്ളൂ. 1.5 പുറത്താണ്. സോ ഇത് ഔട്ട്സൈഡ് ആണ് അല്ലെ. അപ്പൊ ഔട്ട്സൈഡ് ഉള്ളപ്പോൾ നമുക്ക് റെസിഡ്യൂ ആവശ്യമില്ല. സോ ഇൻസൈഡ് xd is equal to 1 by 2 ഇൻസൈഡ് ആണ്. അതിന്റെ റെസിഡ്യൂ നമുക്ക് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. നെക്സ്റ്റ് ഇപ്പൊ +1 കൊടുത്തു. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? -1 കൊടുക്കാം. n is equal to -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xd is equal to 2 into -1 -2 plus 1 into 1 by 2. So xd is equal to -2 plus 1 -1 into 1 by 2. So the answer is -1 by 2. -1 by 2 എന്ന് പറയുന്നത് -0.5 അതും ഇൻസൈഡ് ആണ് അല്ലേ. സോ xd is equal to -1 by 2 ഇൻസൈഡ് ആണ്. അതിന്റെ റെസിഡ്യൂ നമുക്ക് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് xd is equal to ഇനിയിപ്പം നമുക്ക് 1 ൽ ഫെയിൽ ആയി. അപ്പൊ പിന്നെ അങ്ങോട്ട് 2 3 നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് -1 നോക്കാം. -1 കൊടുക്കുമ്പോൾ എന്ത് വരും? xd is equal to n is equal to -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xd is equal to എന്ത് വരും? 2 -1 ഓൾറെഡി കൊടുത്തല്ലോ. നെക്സ്റ്റ് -2 കൊടുക്കാം. -2 2 into -2 അല്ലെ. അപ്പൊ എന്ത് വരും? -4 2 into -2 -4 plus 1 into 1 by 2 -3 by 2 -1.5 ഔട്ട്സൈഡ് ആണ് വരുന്നത്. സോ അപ്പൊ നമുക്ക് ഇൻസൈഡ് വരുന്ന രണ്ട് പേരേ ഉള്ളൂ. ആരൊക്കെയാണ്? ഞാൻ കോളത്തിനകത്താക്കിയിട്ടിരിക്കുന്ന ബോക്സിനകത്താക്കിയിട്ടിരിക്കുന്ന രണ്ട് പേര്. xd is equal to 1 by 2 ഇൻസൈഡ് ആണ്. xd is equal to -1 by 2 ഇൻസൈഡ് ആണ്. അപ്പൊ ആ രണ്ട് സിംഗുലാർ പോയിന്റ്സ് ആണ് നമുക്ക് ഇൻസൈഡ് വരുന്നത്. സോ ആദ്യത്തെ ആളുടെ റെസിഡ്യൂ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. xd is equal to 1 by 2 ആണെങ്കിൽ റെസിഡ്യൂ ഓഫ് f of x at xd is equal to 1 by 2. ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ന്യൂമറേറ്റർ അതേപോലെ തന്നെ എടുക്കുക, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുക്കുക, പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ന്യൂമറേറ്റർ അതേപോലെ തന്നെ ഇട്ടു, e raised to x. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുത്തു. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -sin pi xd
ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ആരാണ് പൈ ഇക്സഡ്. പൈ ഇക്സഡിന്റെ ഡെറിവേറ്റീവ് എന്താണ് പൈ. ചെയിൻ റൂൾ അനുസരിച്ച് അകത്തെ ഫംഗ്ഷനും കൂടെ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഡിഫറൻഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അറ്റ് ഇക്സഡ് ഇസ് ഈക്വൽ ടു എന്താണ് 1/2. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇക്സഡിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 1/2 ഡിവൈഡഡ് ബൈ മൈനസ് ഉണ്ട് പൈ ഉണ്ട് സൈൻ പൈ ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ π/2 സൈൻ π/2. സൈൻ 0 ആണ്, π/2 എന്ന് പറയുന്നത് 90 ആണ്, പൈ എന്ന് പറയുന്നത് 180 ആണ്. സൈൻ 0 ആണ്, സൈൻ 90 എന്താണ് 1. സൈൻ 90 എന്താണ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 1/2 ഡിവൈഡഡ് ബൈ പൈ. മൈനസ് പൈ ആണ്, മൈനസ് ഞാൻ ഡിനോമിനേറ്റർ ഇടുന്നില്ല, ഇവിടെ മൈനസ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ന്യൂമറേറ്ററിൽ കൊടുത്തു, കാരണം ഡിനോമിനേറ്റർ അങ്ങനെ മൈനസ് ഇടാറില്ല. മൈനസ് പൈ ഇൻറ്റു സൈൻ 90, സൈൻ 90 എന്താണ് 1. സൈൻ 0 സൈൻ 91 കോസ് 01 കോസ് 90. ഇത്രയൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ അപ്പൊ നമുക്ക് ആദ്യത്തെ റെസിഡ്യൂ വെച്ചിട്ടുള്ള ആൻസർ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കണം. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ് അറ്റ് ഇക്സഡ് ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് പോയിന്റ് എന്താണ്, നെക്സ്റ്റ് പോയിന്റ് -1/2. സോ ദിസ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ അതേപോലെ തന്നെ ഇട്ടു ഇ റൈസ് ടു ഇക്സഡ്, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ. ഡെറിവേറ്റീവ് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, മൈനസ് പൈ സൈൻ പൈ ഇക്സഡ്, പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്സഡ് ഇസ് ഈക്വൽ ടു എന്താണ് -1/2. സോ -1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇ റൈസ് ടു -1/2 ഡിവൈഡഡ് ബൈ മൈനസ് പൈ ഇൻറ്റു സൈൻ ഓഫ് -π/2 അല്ലെ. ഇക്സഡിന് പകരം നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച, ഇക്സഡിന് പകരം ഇവിടെ വരുന്ന വാല്യൂ എന്താണ് -1/2 ആണ്. മൈനസ് പൈ ഇൻറ്റു -1/2 എന്താണ് -π/2. സൈനകത്ത് മൈനസ് വന്നാൽ നല്ലോണം ശ്രദ്ധിച്ച്, സൈനകത്ത് മൈനസ് വന്നാൽ അടുത്ത സ്റ്റെപ്പിൽ ആ മൈനസ് എന്ത് വരും, പുറത്ത് വരും. സൈൻ ഓഫ് -θ മൈനസ് സൈൻ θ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് നേരെ പുറത്ത് വരും, പുറത്ത് വന്നു. പുറത്ത് ഓൾറെഡി ഒരു മൈനസ് ഉണ്ടായിരുന്നു, ആ രണ്ട് മൈനസും കൂടെ ചേർന്നുണ്ടാവും പ്ലസ്. ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മനസ്സിലാത്തവർക്ക് വേണ്ടി. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ടായിരുന്നു, സൈനകത്ത് ഒരു മൈനസ് ഉണ്ടായിരുന്നു. സൈനകത്തെ മൈനസ് വന്നാൽ അടുത്ത സ്റ്റെപ്പിൽ അത് പുറത്ത് വരും. ഓൾറെഡി പുറത്ത് കിടന്ന മൈനസ് കൂടെ ചേർന്നുണ്ടാവും പ്ലസ് ആവും. സോ അപ്പൊ ഇവിടുത്തെ സൈൻ നെറ്റ് എഫക്ട് എന്തായി, പ്ലസ് ആയിട്ട് മാറി. സൈൻ 90 എന്ന് പറയുന്നത് എന്താണ്, സൈൻ 90 എന്ന് പറയുന്നത് എന്താണ് 1. സോ ദ ആൻസർ ഈസ് ഇ റൈസ് ടു -1/2 ഡിവൈഡഡ് ബൈ എന്താണ് പൈ. സോ അപ്പൊ നമുക്ക് രണ്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്, മൈനസ് ഇ റൈസ് ടു ഹാഫ് ബൈ പൈയും ഇ റൈസ് ടു -1/2 ബൈ പൈയും. നെക്സ്റ്റ് കോഷീസ് റെസിഡ്യൂ തിയറം അനുസരിച്ച് ഞാൻ ഫൈനൽ ആൻസർ ഇങ്ങോട്ട് എഴുതുവാണ്. സോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ ഇതായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നേരെ ഇങ്ങോട്ട് വരുവാണ് കേട്ടോ. ഇന്റഗ്രൽ ഇ റൈസ് ടു ഇക്സഡ് ബൈ കോസ് പൈ ഇക്സഡ് ഡി ഇക്സഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി. 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി. സോ ഇൻസൈഡ് ഉള്ളത് ആരൊക്കെയാണ്, രണ്ടുപേരുണ്ടല്ലോ. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആളെ ഞാൻ ആദ്യം എഴുതാം, ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇ റൈസ് ടു -1/2 ബൈ പൈ, ഇ റൈസ് ടു -1/2 ഡിവൈഡഡ് ബൈ എന്താണ് പൈ. നെക്സ്റ്റ് നെഗറ്റീവ് ഉള്ള ആള് മൈനസ് ഇ റൈസ് ടു ഹാഫ് ബൈ പൈ, മൈനസ് ഇ റൈസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ എന്താണ് പൈ. സോ രണ്ട് ടേമിലും എന്തുണ്ട്, പൈ ഉണ്ടല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് പൈയെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ബൈ എന്ത് വരും പൈ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ 1/π പുറത്തെടുത്തു, ഈ പൈയും കൂടെ എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. അപ്പൊ ആ രണ്ട് പൈയും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ആര് മാത്രമാവും, 2i ഇൻറ്റു ഇ റൈസ് ടു -1/2 മൈനസ് ഇ റൈസ് ടു ഹാഫ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, 2i ഇൻറ്റു ഇ റൈസ് ടു -1/2 മൈനസ് ഇ റൈസ് ടു ഹാഫ്. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ആൻസർ. നല്ല ക്വസ്റ്റൻ ആണ്, നന്നായിട്ട് ചെയ്തെടുക്കാനുള്ള ക്വസ്റ്റൻ ആണ്. സോ ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പ്രീവിയസ് നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റൻ കോണ്ടൂർ ഇന്റഗ്രേഷൻ വെച്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഇപ്പോഴത്തെ എക്സാമിന് ചോദിച്ചിട്ടില്ല, നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 0 to 2π ഇപ്പൊ ചോദിച്ചത് കൊണ്ട് 0 to 2π cos θ ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത്. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചാണ്. അതാണ് ഞാനിപ്പം ഈ 8 മാർക്കിന്റെ പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഒന്നുകൂടെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് കോണ്ടൂർ ഇന്റഗ്രേഷന്റെ വീഡിയോക്കകത്ത്. അപ്പൊ ഞാൻ സൈൻ തീറ്റയും കോസ് തീറ്റയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, കോസ് തീറ്റ ആണെങ്കിൽ ആണ് നമ്മുടെ ആ ഫോർമുല. അപ്പൊ കോസ് 2θ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും ഫോർമുലയ്ക്ക്, അല്ലെങ്കിൽ സൈൻ 2θ വരുമ്പോഴത്തേക്കിനും ആ ഫോർമുലയിൽ വരുന്ന വ്യത്യാസം.
ശ്രദ്ധിക്കണേ. അപ്പൊ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സൈൻ തീറ്റ വരുമ്പോഴത്തേക്കിനും ഫോർമുല എന്തായിരുന്നു? സൈൻ തീറ്റ വരുമ്പോൾ 1/2i ഇൻറ്റു ഇക്സഡ് മൈനസ് 1/xd ഇതായിരുന്നു ഫോർമുല. കോസ് അപ്പൊ സൈൻ 2 തീറ്റ വരുവാണെങ്കിൽ 1/2i ഇൻറ്റു ഇക്സഡ് മാറ്റി എന്താക്കണം? ഇക്സഡ് സ്ക്വയർ മൈനസ് 1/xd സ്ക്വയർ ആക്കണം. അതായത് ഇക്സഡ് റൈസ് ടു 4 മൈനസ് 1/2i ഇക്സഡ് സ്ക്വയർ എന്ന് വരും. നമ്മൾ പഠിച്ച കോസ് തീറ്റയുടെ ഫോർമുല എന്തായിരുന്നു? കോസ് തീറ്റയുടെ ഫോർമുല 1/2 ഇൻറ്റു ഇക്സഡ് പ്ലസ് 1/xd ആയിരുന്നു അല്ലെ? സോ കോസ് 2 തീറ്റ വരുവാണെങ്കിൽ എന്താവും? 1/2 ഇൻറ്റു ഇക്സഡ് സ്ക്വയർ പ്ലസ് 1/xd സ്ക്വയർ എന്നാവും. എന്നിട്ട് നിങ്ങൾ ആ ഇക്വേഷനിലേക്ക് കോണ്ടൂർ ഇന്റഗ്രേഷനിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് സൈൻ കോസ് 2 തീറ്റ അല്ലെങ്കിൽ സൈൻ 2 തീറ്റ വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. അഗൈൻ കോഷീസ് റെസിഡ്യൂ തിയറത്തിലേക്ക് ആ ക്വസ്റ്റ്യനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ ആൻസർ സോൾവ് ചെയ്തെടുക്കണം. സോ അത്രയും ക്ലിയർ ആണല്ലോ. സോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. യൂസിങ് കോണ്ടൂർ ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x square minus x plus 2 by x raised to 4 plus 10 x square plus 9. So first of all നമ്മുടെ ക്വസ്റ്റ്യൻ എവിടെ തൊട്ട് എവിടെ വരെയാണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ റേഞ്ച് ചെയ്യുമ്പോൾ അപ്പൊ അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇപ്പൊ ഡയറക്റ്റ് ആണ്. 0 to ഇൻഫിനിറ്റി ആണെങ്കിൽ 1/2 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. സോ ഫസ്റ്റ് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇങ്ങനെ കിട്ടിയാൽ ഉടനെ നിങ്ങൾ സി ഡിഫൈൻ ചെയ്യുക. നമ്മുടെ റീജിയൻ എന്താ റിയൽ ആക്സിസ് മൈനസ് r to r സെമി സർക്കിൾ ആണ്. അത് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഈ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ബോക്സ് വരച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എഴുതിയാൽ അതിന്റെ മാർക്ക് ഉറപ്പാണ്. ഞാൻ അത് എഴുതുന്നില്ല സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് അതിന്റെ റഫ് ഫിഗർ മാത്രമേ ഒന്ന് വരച്ചിടുന്നുള്ളൂ. മൈനസ് 6 മുതൽ 6 വരെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. r ടെൻസ് ടു എന്താണ്? ഇൻഫിനിറ്റി. അതൊക്കെ എടുത്ത് എഴുതേണ്ട പോയിന്റ്സ് ആണ് കേട്ടോ. അതെല്ലാം ഞാൻ ഇന്നലെ പഠിപ്പിച്ചാണ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചാണ്. സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഏത് രീതിയിലേക്ക് മാറും? ഇന്റഗ്രൽ സിയിലേക്ക് മാറും. എക്സ് എല്ലാം മാറ്റി ഇക്സഡ് ആക്കണം. ഇക്സഡ് സ്ക്വയർ മൈനസ് ഇക്സഡ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഇക്സഡ് റൈസ് ടു 4 പ്ലസ് 10 ഇക്സഡ് സ്ക്വയർ പ്ലസ് 9 dx മാറ്റി എന്താക്കണം? dxd. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് സംശയമൊന്നുമില്ല. നെക്സ്റ്റ് സിംഗുലർ പോയിന്റ്സ്. ഡിനോമിനേറ്ററിനെ ഇവിടെയൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ ഡിനോമിനേറ്ററിനെ 0 ടിക്കറ്റ് ചെയ്യുക. അപ്പൊ മറ്റേ സെന്റൻസ് എല്ലാം എഴുതിയിട്ട് വേണം കേട്ടോ നിങ്ങൾ ഇത് എഴുതാൻ. അതിന്റെ എക്സ്പ്ലനേഷൻ ഇന്നലെ തന്നിട്ടുള്ളതാണ്. ഇക്സഡ് റൈസ് ടു 4 പ്ലസ് 10 ഇക്സഡ് സ്ക്വയർ പ്ലസ് 9 ഇസ് ഈക്വൽ ടു എന്താണ്? 0. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ഇക്സഡ് റൈസ് ടു 4 ആണ്. അപ്പൊ നമുക്ക് ഇക്സഡ് സ്ക്വയറിന്റെ ടേംസിലേക്ക് അതിനെ ഫസ്റ്റ് മാറ്റണം. ഇക്സഡ് റൈസ് ടു 4 വന്നാൽ ഇക്സഡ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നാക്കണം. പ്ലസ് 10 ഇക്സഡ് സ്ക്വയർ പ്ലസ് 9 ഇസ് ഈക്വൽ ടു എന്താണ്? 0. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇക്സഡ് സ്ക്വയറിന് പകരം ഞാൻ ചുമ്മാ y എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഇക്സഡ് സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? y സ്ക്വയർ. അപ്പൊ ഇക്സഡ് സ്ക്വയറിന് പകരം y, അതിന് സ്ക്വയർ ഉണ്ട്, പ്ലസ് 10 ഇക്സഡ് സ്ക്വയറിന് പകരം y പ്ലസ് 9 ഇസ് ഈക്വൽ ടു എന്താണ്? 0. സോ ദിസ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ ഞാൻ 4th ഡിഗ്രിയിലായിരുന്നു. സെക്കൻഡ് ഡിഗ്രിയിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് അത് പെട്ടെന്നല്ലേ ചെയ്തെടുക്കാൻ. അപ്പൊ അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ ഞാൻ സെക്കൻഡ് ഡിഗ്രിയിലേക്ക് അത് മാറ്റി. സോ സെക്കൻഡ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. സോ y is equal to minus 10 plus or minus root 10 square 100 minus 4 into 1 into 49 36 divided by 2 into 1 എന്താണ്? 2. So y is equal to minus 10 plus or minus root 100 minus 36 a is 64 divided by 2. So this is equal to minus 10 plus or minus root 64 8 divided by 2 is equal to minus 10 plus 8 by 2 and minus 10 minus 8 divided by 2 minus 10 plus 8 by 2 minus 2 by 2 and minus 10 minus 8 minus 18 by 2. So minus 1 and minus 9. സോ നമ്മുടെ ആൻസർ എന്ന് കിട്ടി? -1 ഉം -9. സോ എന്തിന്റെ ആൻസർ ആണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്? വൈയുടെ ആൻസർ ആണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം y എന്ന് പറയുന്നത് എന്താണ്? ഇക്സഡ് സ്ക്വയർ ആണ്. സോ ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇക്സഡ് സ്ക്വയർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്സഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആദ്യം കിട്ടിയ വൈയുടെ ആൻസർ -1, അതേപോലെ തന്നെ ഇക്സഡ് സ്ക്വയർ ഈക്വൽ ടു രണ്ടാമത് കിട്ടിയ വൈയുടെ ആൻസർ -9.
സോ ഇവിടുന്ന് z is equal to റൂട്ട് മൈനസ് 1, ഇവിടുന്ന് z is equal to റൂട്ട് മൈനസ് 9, ഇവിടുന്ന് z is equal to പ്ലസ് ഓർ മൈനസ് I, ഇവിടുന്ന് z is equal to പ്ലസ് ഓർ മൈനസ് 3i. സോ അപ്പൊ നമുക്ക് റൂട്ടിനകത്ത് മൈനസ് വന്നാൽ ആൻസറിൽ ഐ വരും എന്നൊക്കെ അറിയാം. നമുക്ക് കിട്ടിയ ആൻസർ എല്ലാം കൂടെ ഞാൻ നിരത്തി ഒന്ന് എഴുതുവാണ്. ഐ കിട്ടി, മൈനസ് ഐ കിട്ടി, 3i കിട്ടി, മൈനസ് 3i കിട്ടി അല്ലെ. ഐയുടെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് എന്താണ്? 0,1. ഇവിടെ 0, കോർഡിനേറ്റ് എഴുതാൻ അറിയാലോ, ഇന്നലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 0,3, 0,-3. ഓരോന്നിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 0,1 എന്ന് പറയുന്നത് മുകളിലാണ്, 0-1 താഴെയാണ്, 0,3 എന്ന് പറയുന്നത് മുകളിലാണ്, 0-3 എന്ന് പറയുന്നത് താഴെയാണ്. സോ അപ്പൊ നമ്മുടെ ഇൻസൈഡ് ഉള്ള ആൾക്കാർ എന്തൊക്കെയാണ്? 0,1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ഇൻസൈഡ് ആണ്, 3i ഇൻസൈഡ് ആണ്. അതായത് നിങ്ങൾ ജനറൽ ആയിട്ട് ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഐയുടെ കൂടെ നെഗറ്റീവ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവര് നമ്മുടെ റീജിയന്റെ ഔട്ട്സൈഡ് ആയിരിക്കും. സോ നമ്മുടെ ഇൻസൈഡ് വരുന്ന ആൾക്കാർ എന്തൊക്കെയാണ്? z is equal to i and z is equal to 3i. ഇവർ രണ്ടുപേരുമാണ് നമുക്ക് ഇൻസൈഡ് ദ കർവ് വരുന്നത്. ഇൻസൈഡ് സി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഇനി ഇവരുടെ രണ്ടുപേരിലും ഉള്ള റെസിഡ്യൂ കണ്ടുപിടിക്കണം. 2πi into sum of residues വെച്ച് ഫൈനൽ ആൻസറിലേക്ക് വരണം. സോ അപ്പൊ നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിച്ചു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? റെസിഡ്യൂ കണ്ടുപിടിക്കാം. റെസിഡ്യൂ ഓഫ് f of x at z is equal to i ആദ്യം കണ്ടുപിടിക്കണം. റെസിഡ്യൂ ഓഫ് f of x at z is equal to എന്താണ്? i is equal to ഫോർമുല എന്താ? ക്ലിയർ ആയിട്ട് പറഞ്ഞേ. സോ അപ്പൊ നമ്മുടെ ആ f of x ഒന്ന് എഴുതിയിടാം. f of x എന്തായിരുന്നു? z² minus z plus 2 divided by z raised to 4 plus 10 z² plus 9. അപ്പൊ ഞാൻ മുമ്പേ തുടച്ചു പറഞ്ഞായിരുന്നു, ഇതായിരുന്നു നമ്മുടെ f of x at z is equal to എന്താണ്? i. ഡിനോമിനേറ്റർ എങ്ങനെ കിടക്കുന്നത്? ഡിനോമിനേറ്റർ എക്സ്പാൻഡഡ് ഫോമിലാണ് കിടക്കുന്നത്, ഫാക്ടറൈസ്ഡ് അല്ല. സോ അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ച തേർഡ് ഇക്വേഷൻ ന്യൂമറേറ്റർ അതേപോലെ തന്നെ ഇടുക. z² മൈനസ് z പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് z റൈസ് ടു 4 ഡെറിവേറ്റീവ് എന്താണ്? 4z³ പ്ലസ് 10 ഇൻറ്റു z² ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2z പ്ലസ് 9 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അറ്റ് z is equal to എന്താണ്? i. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഒന്നുകൂടെ ഒന്ന് സിമ്പിൾ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. z² മൈനസ് z പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4z³ പ്ലസ് 2 ഇൻറ്റു 10 എന്താണ്? 20z അറ്റ് z is equal to എന്താണ്? i. ഇനി നമ്മൾ നേരിട്ട് അങ്ങ് അപ്ലൈ ചെയ്തോ. അപ്ലൈ ചെയ്യുമ്പോൾ എന്തോരും? i² എന്താണ്? -1 മൈനസ് z പകരം i പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു i³ എന്താണ്? i³ z i കൊടുക്കുക. i³ മൈനസ് i നമ്മൾ നേരത്തെ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. i³ is equal to i² ഇൻറ്റു i² -1 ഇൻറ്റു i -1 ഇൻറ്റു i എന്താണ്? -i. സോ z³ എന്ന് പറയുന്നത് എന്താണ്? -i പ്ലസ് 20 ഇൻറ്റു z ന് പകരം എന്താണ്? i. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 1 മൈനസ് i ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 1 മൈനസ് i ബൈ 20 ന്ന് 4 പോയാൽ 16i. സോ ദ ആൻസർ ഈസ് 1 മൈനസ് i ബൈ 16i. സോ നെക്സ്റ്റ് ഇനി അടുത്ത പോയിന്റിലെ റെസിഡ്യൂ കണ്ടുപിടിക്കണം. അടുത്ത പോയിന്റ് എന്താണ്? 3i അല്ലെ. സോ റെസിഡ്യൂ ഓഫ് f of x at z is equal to എന്താണ്? 3i is equal to അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചേ. സിമ്പിൾ അല്ലേ? ഇതേ സെയിം ഇക്വേഷൻ തന്നെ അല്ലേ വരുന്നത്? z² മൈനസ് z പ്ലസ് 2 ബൈ 4z³ പ്ലസ് 20z. അതിലേക്ക് നമുക്ക് z ന് പകരം എന്ത് അപ്ലൈ ചെയ്യണം? ഇവിടെ x equal to i മാറി, ഇനി z is equal to 3i ആവുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് z² എന്ന് പറയുമ്പോൾ 3i യുടെ സ്ക്വയർ, 3 യുടെ സ്ക്വയർ 9, i² എന്താണ്? -1. സോ ദ ആൻസർ ഈസ് -9. ഇതൊക്കെ മെന്റലി ചെയ്തു പോകണം. z equal to 3i ആണ് വരുന്നത്. ഇവിടെ z equal to i പോലെ നെക്സ്റ്റ് റെസിഡ്യൂ z is equal to 3i ആണ്. സോ z ന് പകരം 3i യുടെ സ്ക്വയർ, 3² 9, i² -1. സോ ദ ആൻസർ ഈസ് -9 മൈനസ് z ന് പകരം 3i പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു z³ എന്ന് പറയുമ്പോൾ 3i യുടെ ക്യൂബ്, 3³ എന്ന് പറയുന്നത് എന്താണ്? 27, i³ എന്ന് പറയുന്നത് എന്താണ്? -i. i³ മൈനസ് ഇട്ടു, i ഇട്ടു, പ്ലസ് 20 ഇൻറ്റു z എന്ന് പറയുന്നത് എന്താണ്? 3i. സോ 20 ഇൻറ്റു 3i. സോ അതിന്റെ ബാക്കി ഞാൻ ഇപ്പുറത്തോട്ട് എഴുതുവാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -9 പ്ലസ് 2 എത്രയാണ്? -7 മൈനസ് 3i ഡിവൈഡഡ് ബൈ -4 ഇൻറ്റു 27. 1 7 7 14 3 28 28 ശിഷ്ടം 2 24 8 2 10 മൈനസ് i പ്ലസ് 23 6 60i
So this is equal to minus 7 minus 3i divided by 8 4 I minus. So minus 7 minus 3i by minus 48i. മുകളിൽ രണ്ട് ടേംസിൽ നിന്ന് മൈനസ് പുറത്തെടുത്താൽ 7 plus 3i divided by 48i മൈനസ് കട്ടാവും. രണ്ടിടത്ത് മൈനസ് ഉണ്ടായിരുന്നു. So the answer is 7 plus 3i divided by 48i അല്ലെ. 7 plus 3i divided by 48i. സോ അപ്പൊ നമ്മുടെ ആദ്യത്തെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്? I minus 1 divided by 16i. രണ്ടാമത്തെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്? 7 plus 3i divided by 48i. ഈ രണ്ട് റെസിഡ്യൂസും നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആയിട്ടുള്ള ആൻസർ ആയിക്കോളൂ. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു, so this question is equal to 2 pi I into sum of residues inside C അല്ലെ. sum of residues inside C. ഇൻസൈഡ് വരുന്ന റെസിഡ്യൂസ് ഏതൊക്കെയാണ്? 1 minus I by 16i plus ഇൻസൈഡ് വരുന്ന അടുത്ത റെസിഡ്യൂ 7 plus 3i divided by 48i. നല്ല ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ചെയ്തെടുക്കാനുണ്ട്. പ്രീവിയസ് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതാണ് ഇത് തന്നെ എടുക്കാന്ന് വെച്ചത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇനി ചെയ്യാൻ പറ്റുന്ന അടുത്ത സ്റ്റെപ്പ് ഏതാണ്? ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ് അല്ലെ. സോ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ എന്ത് വരും? 2 pi I into ഇവിടെ 16i ആണ്. അപ്പൊ അത് 48 ആക്കണമെങ്കിൽ മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 3 into 1 minus I by 3 into 16i 48i plus 7 plus 3i divided by 48i. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? രണ്ടിടത്തും ഡിനോമിനേറ്റർ നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്? സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാം. 2 pi I into ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 minus 3i plus 7 plus 3i whole divided by 48i അല്ലെ. സെയിം ഡിനോമിനേറ്റർ ആണ്. മൈനസ് 3i plus 3i കട്ടായി പോകും. 2 pi I into 7 3 10 divided by 48i i കട്ടായി പോകും. വേറൊന്നും ഇല്ലല്ലോ. 2ഉം 48ഉം കട്ടായാൽ 24, 10 കട്ടായാൽ 5, 12. So the answer is 5 pi by 12. 5 pi divided by എന്താണ്? 12. സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 5 pi by 12. ഉണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ചെയ്തെടുക്കാനുണ്ട്. നല്ല രീതിയിൽ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ. സോ അപ്പൊ നമ്മുടെ 3 and 4 ഒക്കെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. നിങ്ങൾ മാക്സിമം എക്സ്ട്രാ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ നമ്മുടെ അവസാനത്തെ മൊഡ്യൂൾസിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുതാത്ത ടോപ്പിക്കുകൾ ഏഗൺ വാല്യൂസും ഏഗൺ വെക്ടറും കണ്ടുപിടിക്കുന്ന പ്രോബ്ലം. നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും എന്താക്കാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ പല ടീച്ചേഴ്സ് പല മെത്തേഡിലായിരിക്കും പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് ചൂസ് ചെയ്യുക. ഇപ്പം ഏഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നതിൽ ഞാൻ പറഞ്ഞ മെത്തേഡിനേക്കാളും ചിലർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഒക്കെ ഉണ്ട്. a minus lambda into നമ്മുടെ അതിലേക്ക് തന്നെ ലാംഡയുടെ വാല്യൂ കൊടുത്ത് a minus lambda into x1 x2 x3 equal to 0 എന്നാക്കിയിട്ട് അവിടെ ലാംഡയ്ക്ക് നമുക്ക് വാല്യൂ കൊടുത്തിട്ട് ആദ്യത്തെ രണ്ടുപേരെ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഇപ്പൊ x1 by അതിന്റെ ബാക്കിയുള്ള 4 പേരുടെ മൈനർ is equal to x2 by ആ മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ താഴെ വരുന്ന 3 പേരെ ചേർത്ത് നമ്മൾ ഒരു കോളം ആക്കി കഴിഞ്ഞാൽ ആ മെത്തേഡ് ആയിരിക്കും നിങ്ങൾ നല്ലൊരു ശതമാനം പേരും പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് തന്നെ ചെയ്താൽ മതി, വേറെ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് അത് ഞാൻ ചെയ്യാത്തതുകൊണ്ട് നല്ലൊരു ശതമാനം പേരും ഓൾറെഡി ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ ലാസ്റ്റ് 2 മൊഡ്യൂൾ ഓൾമോസ്റ്റ് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കാണും. ഗോസ് എലിമിനേഷൻ ഒരിക്കലും ഒഴിവാക്കരുത്, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അവിടെ കൺസിസ്റ്റൻസി ഒക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ, പിന്നെ റാങ്ക് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടു, റാങ്ക് കണ്ടുപിടിക്കുന്ന ആ പടം 3 സ്റ്റെപ്പ് എഴുതുന്നതിനാണ് അവർ 6 മാർക്ക് തന്നിരിക്കുന്നത്. 3 സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് റാങ്ക് ആണ്, റാങ്ക് 3 ആണ് കിട്ടുന്നത്. റാങ്ക് കണ്ടുപിടിക്കുന്ന എക്കോളൻസ് ഫോമിലേക്ക് മാറ്റിയിട്ട് എങ്ങനെയാണ് റാങ്ക് കണ്ടുപിടിക്കുന്നത് ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതാണ് അത് പിന്നെയും ചെയ്യാത്തത്. സോ അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഗോസ് എലിമിനേഷൻ തന്നെ പല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, റാങ്ക് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് അൺനോൺസും നമ്പർ ഓഫ് നോൺ സീറോ റോസും ഒക്കെ ഈക്വൽ ആകുന്ന കേസ് വെച്ച് കൺസിസ്റ്റൻസി യുണീക്നെസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് തന്നെ പഠിക്കുക.
പിന്നെ റോ സ്പേസ് കോളം സ്പേസിന്റെ പ്രോബ്ലംസ് പഠിക്കുക. ഇപ്പം റോ സ്പേസിന് അതിന്റെ പ്രോബ്ലം കണ്ടു, കാരണം ഇത്രയും വർഷം ചോദിക്കാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പൊ ചോദിച്ചത്. എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതൊക്കെ ഇനിയപ്പോ അവിടുന്ന് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. വരുവാണെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പൊ അത് നല്ല 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 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്യാവശ്യം. പക്ഷെ ഈസി ആയിട്ട് പാസ് മാർക്ക് മേടിക്കാൻ പറ്റുന്ന നല്ല കുറെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പം തൊട്ട് മുമ്പേ കഴിഞ്ഞ എക്സാമിന് ഓൾറെഡി ഉണ്ടായിരുന്നു. സോ അപ്പൊ അതൊക്കെയാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നും. ഡയഗണലൈസേഷൻ നമ്മളിപ്പോൾ അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും പറ്റില്ല, അത്രയും ടൈം ഞാൻ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ലെങ്ത് ആയി കാണും. അതിന്റെ കൂടെ ഡയഗണലൈസേഷൻ ഇടുവാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. കാരണം ഇന്നലെ ഞാൻ 7 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് വീഡിയോ അപ്ലോഡ് ആയത് രാത്രി 12:30-ക്കാണ്. അത്രയും ടൈം നമുക്ക് എടുത്തു. നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കാം മേ ബി. സോ ഡയഗണലൈസേഷന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. 10 മാർക്ക് ഒറ്റയടി കിട്ടുന്നതാണ്. അപ്പൊ ആദ്യമേ തന്നെ ഒരു മെട്രിക്സ് തരും, അതിന്റെ ഏഗൺ വാല്യൂസും ഏഗൺ വെക്ടറും കണ്ടുപിടിക്കുക. അപ്പൊ അതിന് നിങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല. ഏഗൺ വാല്യൂസും ഏഗൺ വെക്ടറും കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല. അപ്പൊ തന്നെ ഒരു 4 മാർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പോരും 10 മാർക്കിൽ. സോ ഏഗൺ വാല്യൂസും ഏഗൺ വെക്ടറും കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ മോഡൽ മെട്രിക്സ് എഴുതണം. ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് മോഡൽ മെട്രിക്സ്. മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഏഗൺ വെക്ടർ വെച്ചിട്ട് ഫസ്റ്റിലത്തെ എഴുതുക, പിന്നെ അടുത്ത ഏഗൺ വെക്ടർ, അടുത്ത ഏഗൺ വെക്ടർ. സോ മൊത്തത്തിൽ 3 ഏഗൺ വെക്ടേഴ്സ് ആണല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. ആ 3 ഏഗൺ വെക്ടേഴ്സിനെ എന്തായിട്ട് കോളം, ഏഗൺ വെക്ടർ എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ് അത് കോളം മെട്രിക്സ് ആയിട്ട് ഒരൊറ്റ അടിക്ക് ആദ്യത്തെ ഏഗൺ വെക്ടർ, രണ്ടാമത്തെ ഏഗൺ വെക്ടർ, മൂന്നാമത്തെ ഏഗൺ വെക്ടർ. അപ്പൊ ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് മോഡൽ മെട്രിക്സ്. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് ഇപ്പൊ സപ്പോസ് എ ആണെങ്കിൽ എക്സ് ഇൻവേഴ്സ് എ എക്സ്, ഇതാണ് ഡയഗണലൈസ്ഡ് ആൻസർ എന്ന് പറയുന്നത്. ഈ ഡയഗണലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, നമ്മുടെ ഡയഗണലൈസ് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് കഷ്ടപ്പെട്ടിരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടുന്ന ഏഗൺ വെക്ടറുകളായിരിക്കും ഡയഗണൽ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ എലമെന്റ്സും എന്തായിരിക്കും, 0 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ആ ഏഗൺ വെക്ടർ ആണ് ഡയഗണൽ ആയിട്ട് വരുന്നത്. ഏഗൺ വാല്യൂസ് 3 ഏഗൺ വാല്യൂസ് കിട്ടുമല്ലോ, അതായിരിക്കും ഡയഗണൽ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പം ഇത് ചെയ്തെടുക്കുന്നതിനാണ് 10 മാർക്ക് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യും. ഇപ്പൊ മേ ബി 7 8 ഒക്കെ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് 2/2 ആയിരുന്നു ചോദിച്ചാൽ 2/2 8 മാർക്കിന് 7 മാർക്കിന് ചോദിച്ചു. അതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ അവിടുത്തെ മെയിൻ മാർക്ക് വരുന്നത് അപ്പോഴും എന്ത് തന്നെയാണ്, ഏഗൺ വാല്യൂസും ഏഗൺ വെക്ടറും കണ്ടുപിടിക്കുന്നതിന് തന്നെയാണ് അവിടെ മാർക്ക് വരുന്നത്. അപ്പൊ അതൊന്നും ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ കാനോണിക്കൽ ഫോംസിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് പഠിക്കുക. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടിന്യൂറ്റിയുടെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അപ്പൊ അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. കണ്ടിന്യൂറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ എഫ് ഓഫ് ഫിക്സഡ് ഇസ് ഈക്വൽ ടു ഇപ്പം റിയൽ പാർട്ട് ഓഫ് ഫിക്സഡ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് എന്നൊക്കെ വരുവാന്ന് വെച്ചോ. സോ നമുക്കറിയാം ഫിക്സഡ് ഇസ് ഈക്വൽ ടു ഇത് കണ്ടിന്യൂസ് ആണോ അല്ലെ എന്നൊക്കെ ചോദിക്കുവാണ്. ഇപ്പൊ ഫിക്സഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് നമുക്കറിയാം അല്ലെ. അടുത്ത റിയൽ പാർട്ട് ഓഫ് ഫിക്സഡ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഇമാജിനറി പാർട്ട് ഓഫ് ഫിക്സഡ് എന്ന് പറയുന്നത് വൈ ആണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. സോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ, റിയൽ പാർട്ട് ഓഫ് ഫിക്സഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് ഐ വൈ അല്ലെ. സോ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0 എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ കണ്ടിന്യൂസ് അറ്റ് ഒറിജിൻ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെന്ന് വെച്ചോ. സപ്പോസ് ഇത് കണ്ടിന്യൂസ് അറ്റ് ഒറിജിൻ ആണോ എന്ന് പറഞ്ഞ് ചോദിക്കാന്ന് വെച്ചോ. ഒറിജിൻ ആയതുകൊണ്ടാണ് ഞാൻ 0 0 എടുത്തത്. x tends to 0 y tends to 0 x by x plus iy. ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് അറ്റ് ഒറിജിൻ ആണോ എന്ന് ചോദിക്കുകയാണെന്ന് നോക്കിയാൽ x by x plus iy. അപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ 99% പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ എലോങ് ദ കർവ് y is equal to mx, നമ്മളൊരു പാത്ത് എടുക്കുകയാണ്. എലോങ് ദ പാത്ത് y is equal to mx നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് വേറെ രീതിയിലും എടുക്കാം. എലോങ് ദ പാത്ത് x is equal to my, അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. So this is equal to limit full നമ്മുടെ ക്വസ്റ്റ്യൻ ഫുൾ ആയി ഇപ്പൊ y മാറിയിട്ട് x ലോട്ട് മാറുവാണ്. x tends to 0 y x divided by x plus i into mx. So മോഡൽ so limit x tends to 0, താഴെ നമുക്ക് x പുറത്തെടുക്കാലോ. x divided by 1 plus im into എന്ത് വരും, x കട്ടായാൽ ലിമിറ്റ് x tends to 0 1 by 1 plus im അല്ലെ. സോ ഇതിന്റെ ആൻസർ എക്സിന് വാല്യൂ കൊടുക്കാനില്ലാത്തതുകൊണ്ട് 1 by 1 plus i m തന്നെയാണ്. സോ ഇതിന്റെ ആൻസർ ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് m. ഇതിന്റെ ആൻസർ എമ്മിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ ഇത് കണ്ടിന്യൂസ് അല്ല അല്ലെ, നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള എം മാറുന്നതിനനുസരിച്ച് ഈ ആൻസർ മാറും. സോ നമുക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമ്മുടെ കിട്ടുന്നില്ല. സോ ഇതിന്റെ ആൻസർ എമ്മിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തെന്ന് എഴുതിയാൽ മതി, അപ്പൊ തന്നെ അതിന്റെ ആൻസർ ആയിക്കോളും.
അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താന്ന് പറയാം, കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഈ രീതിയിൽ, അപ്പൊ അതേപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റിയുടെയും പ്രോബ്ലംസ്, അപ്പൊ ഈ രീതിയിലാണ് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ എക്സ്ട്രാ നന്നായിട്ട് പഠിക്കുക. ഓൾറെഡി പഠിപ്പിച്ച അത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. സോ അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓൾറെഡി പണ്ടൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞതാണ്, അതെന്തായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. സോ എന്തായാലും ഇപ്രാവശ്യം ഓൾ ദ ബെസ്റ്റ്.